നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് പ്രതി അഖിൽ സി വർഗീസിനെ വിജിലൻസ് സംഘം നഗരസഭ ഓഫീസിലെത്തിച്ച് തെളിവെടുത്തു. പണം വകമാറ്റിയ രേഖകളും ഇമെയിൽ വിവരങ്ങളും ശേഖരിച്ചു. CPM ഭരണത്തിൽ പോലീസും ക്രിമിനലുകളും ഒരുപോലെയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പൊൻകുന്നത്ത് BJP ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസ് തുറന്നു. 20 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഫീസ് വർധന പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് അസോസിയേഷൻ. വിൽപ്പന ഇല്ലാതാക്കുമെന്നും ആക്ഷേപം. പിടിതരാതെ സ്വർണ്ണവില പവന് 81,040 രൂപ, ഗ്രാമിന് നൽകേണ്ടത് 10,130 രൂപ, 10 ദിവസത്തിനുള്ളിൽ കൂടിയത് 3,400 രൂപ. വാർത്തകൾ വിശദമായി. കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് കേസിലെ പ്രതി മുൻ ക്ലർക്ക് അഖിൽ സി വർഗീസിനെ നഗരസഭയിലെത്തിച്ച് തെളിവെടുത്തു. 2 കോടിയിലധികം രൂപയാണ് ഇയാൾ തട്ടിയത്. തട്ടിപ്പ് വ്യക്തമായതോടെ കഴിഞ്ഞ 1 വർഷമായി മുങ്ങി നടക്കുകയായിരുന്ന ഇയാളെ കൊല്ലത്ത് നിന്നാണ് പിടികൂടിയത്. കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് കേസിലെ പ്രതിയും മുൻ ക്ലർക്കുമായ അഖിൽ സി വർഗീസിനെ കോട്ടയം നഗരസഭാ ഓഫീസിലെത്തിച്ച് തെളിവെടുത്തു. ഇന്ന് ഉച്ച കഴിഞ്ഞാണ് നഗരസഭയിലെ മുൻ ഉദ്യോഗസ്ഥനായ ഇയാളെ വിജിലൻസ് അന്വേഷണ സംഘം നഗരസഭാ ഓഫീസിലെത്തിച്ച് തെളിവെടുത്തത്. അഖിൽ പണം വക മാറ്റാനായി ഉപയോഗിച്ച രേഖകൾ, ഇമെയിൽ വിവരങ്ങൾ എന്നിവ അന്വേഷണ സംഘം ശേഖരിച്ചു. നഗരസഭയുടെ പെൻഷൻ ഫണ്ടിൽ നിന്നും തട്ടിപ്പ് നടത്തി 2.39 കോടി രൂപയാണ് സ്വന്തം അമ്മയുടെ അക്കൗണ്ടിലേക്ക് അയച്ചത്. 2020 മാർച്ച് മുതൽ 2023 കാലയളവിൽ ക്ലർക്കായി ജോലിയിലിരിക്കുകയാണ് തട്ടിപ്പ് നടത്തിയത്. കോട്ടയം വിജിലൻസ് ഇൻസ്പെക്ടർ മഹേഷ് പിള്ളയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരാണ് തെളിവെടുത്തത്. തെളിവെടുപ്പ് അടക്കമുള്ള തുടർ നടപടികൾക്കായി കഴിഞ്ഞ ദിവസമാണ് കോട്ടയം വിജിലൻസ് കോടതി 5 ദിവസത്തെ കസ്റ്റഡി അന്വേഷണ സംഘത്തിന് അനുവദിച്ചത്. തുടർന്ന് പ്രതിയെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തു. ഇതിന് പിന്നാലെയാണ് നഗരസഭ ഓഫീസിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. തട്ടിപ്പ് വ്യക്തമായതോടെ കഴിഞ്ഞ 1 വർഷമായി മുങ്ങി നടക്കുകയായിരുന്നു അഖിൽ. തട്ടിപ്പ് പിടിക്കപ്പെട്ടതോടെ ഒളിവിൽ കഴിഞ്ഞ അഖിലിനെ സ്വദേശമായ കൊല്ലത്തെ കൈലാസ് റെസിഡൻസി ലോഡ്ജിൽ നിന്നാണ് കോട്ടയം വിജിലൻസ് ഇൻസ്പെക്ടർ മഹേഷ് പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. CPM ഭരണത്തിൽ പോലീസും ക്രിമിനലുകളും ഒരുപോലെയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പൊൻകുന്നത്ത് BJP കോട്ടയം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDF MLA സ്ത്രീകളെ പീഡിപ്പിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BJP കോട്ടയം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസ് പൊൻകുന്നത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. രാജ്യം മുന്നോട്ട് കുതിക്കുമ്പോൾ കേരളം പിന്നോട്ടു പോകുകയാണെന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ ഓരോ വിഷയങ്ങളുണ്ടാക്കി ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് LDFും UDFും ശ്രമിക്കുന്നതെന്നും കുറ്റപ്പെടുത്തി. ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന കാലം കഴിഞ്ഞു. വികസിത കേരളമാണ് BJP ലക്ഷ്യം വെക്കുന്നത്. BJP വർഗീയ പാർട്ടിയാണെന്ന് CPMും UDFും വ്യാജ പ്രചരണം നടത്തുകയാണ്. CPM ഭരണത്തിൽ പോലീസും ക്രിമിനലുകളും ഒരുപോലെയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 70 കൊല്ലമായിട്ട് ഇവിടെ കോൺഗ്രസും CPMന്റെ ഒരു രാഷ്ട്രീയം നടന്നിട്ടുണ്ട്. മാറി മാറി അവർ ഭരിച്ചു, ജനങ്ങൾ അവസരം കൊടുത്തു. 10 കൊല്ലമല്ല, 10, 20, 25 കൊല്ലം ഭരിക്കാൻ അവസരം കൊടുത്തു. എന്നിട്ട് എന്താണ് നമ്മൾ ഇന്ന് കാണുന്നത്? ആ കോൺഗ്രസ് പാർട്ടിന്റെ MLA സ്ത്രീകളെ പീഡിപ്പിക്കുന്നു. ഈ CPMന്റെ സർക്കാരിന്റെ സമയത്ത് പോലീസും ക്രിമിനലിലും ഒരു വ്യത്യാസം നമ്മൾ കാണാൻ കഴിയുന്നില്ല. അഴിമതി, വികസനം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് സെൻട്രൽ ഗവൺമെന്റ് കാശ് തന്നിട്ടില്ല. പെൻഷൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് കാശ് തന്നിട്ടില്ല. ആശാ വർക്കേഴ്സിന്റെ ശമ്പളം വർദ്ധിക്കാൻ അവർ ആഗ്രഹിക്കുമ്പോൾ അവിടുന്ന് കാശ് കിട്ടിയിട്ടില്ല. പിന്നെ എന്തിനാ ഇവര് ഭരിക്കുന്നത്? കോട്ടയം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് റോയി ചാക്കോ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി F. സുരേഷ്, ദേശീയ നിർവാഹക സമിതി അംഗം PC ജോർജ്, മേഖലാ പ്രസിഡന്റ് N. ഹരി, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ VC അജികുമാർ, മിനർവ മോഹൻ, VN മനോജ്, നേതാക്കളായ അഡ്വക്കേറ്റ് നോബിൾ മാത്യു, G. രാമൻ നായർ, ഡോക്ടർ J. പ്രമീളാദേവി തുടങ്ങിയവർ പ്രസംഗിച്ചു. അടിയന്തരാവസ്ഥക്കാലത്തെ പോരാളികളെ രാജീവ് ചന്ദ്രശേഖർ പൊന്നാടയണിയിച്ചും ഓണക്കോടി നൽകിയും ആദരിച്ചു. ഓഫീസ് ഉദ്ഘാടനത്തിന് മുന്നോടിയായി പൊൻകുന്നം KSRTC ഡിപ്പോയുടെ സമീപത്തു നിന്നും പ്രകടനവും നടന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും വോട്ട് ചോരാനുള്ള സാധ്യതയുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പൊൻകുന്നത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരുടെ വോട്ടാണ് ചോർന്നതെന്ന് കണ്ടുപിടിക്കേണ്ടത് മാധ്യമപ്രവർത്തകരാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അങ്ങനെയാണല്ലോ, ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഇന്ത്യ അലയൻസിന്റെ രാഷ്ട്രീയം എന്താണ്. അവർക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല. അവരൊരു പ്രത്യേക എക്സ്പ്ലോയിറ്റേറ്റീവ് പോളിറ്റിക്സ് ചെയ്യുന്ന ഒരു ഘടകമാണ്.
അവരുടെ ഒരു കോമൺ ഐഡിയോളജി ഒന്നും ഇല്ലാത്തൊരു കോalitionആണ്. അവർക്ക് ഒരു കോമൺ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നരേന്ദ്രമോദിജിനെ എതിർക്കുക, നരേന്ദ്രമോദിജിനെ എന്തെങ്കിലും പറയാ, അവരെ കുറിച്ച് നുണ പറയാ, ജനങ്ങളെ വെടിയാക്കുക. അത് അവരുടെ രാഷ്ട്രീയം. അതിന്റെ സത്യം ജനങ്ങൾ മനസ്സിലാക്കുന്നു. അത് നിങ്ങളല്ലേ ജേർണലിസ്റ്റ്, നിങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? 20 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഫീസ് വർധന പഴയ വാഹന കച്ചവടക്കാരെ പ്രതിസന്ധിയിലാക്കുമെന്ന് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ. ഇതിനെതിരെ അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റി പ്രക്ഷോഭം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 20 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഫീസ് വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം പഴയ വാഹന കച്ചവടക്കാരെ നേരിട്ട് ബാധിക്കുമെന്ന് യൂസ്ഡ് വെഹിക്കിൾസ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ. ഗ്രാമങ്ങളിലും മറ്റും താമസിക്കുന്ന ആളുകൾക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ കഴിയാത്തതിനാൽ അവർ പഴയ വാഹനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ 20 വർഷം പഴക്കമുള്ള വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ഫീസ് ഉയർത്തുന്നത് വിൽപ്പന ഇല്ലാതാക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. ഗ്രാമപ്രദേശത്തും പട്ടണപ്രദേശത്തും ഒരുപാട് സാധാരണക്കാര് പഴയ വാഹനങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. എല്ലാവർക്കും പുതിയ വാഹനങ്ങളൊന്നും എടുക്കാൻ സാധിക്കുന്നില്ല. സാധാരണക്കാരന്റെ ഒരു സ്വപ്നമായ 2 വീലർ വാഹനം, പഴയ വാഹനം, ഈ വാഹനത്തിന് 20 വർഷം കഴിഞ്ഞ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ചെയ്യുമ്പോൾ പുതുക്കി നിരത്തിലിറക്കണമെങ്കിൽ ഇരട്ടി ഫീസ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് കേരള സർക്കാർ നടപ്പിലാക്കിയിരിക്കുകയാണ്. ഈ ഒരു ഫീസ് വർധനവ് ഞങ്ങളുടെ തൊഴിൽ മേഖലയും സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഈ വർദ്ധിപ്പിച്ച ഫീസ് പുനഃപരിശോധിക്കുക എന്നാണ് ഞങ്ങളുടെ അസോസിയേഷൻ ആവശ്യപ്പെടുവാനുള്ളത്. ഈ വർദ്ധിപ്പിച്ച നിരക്ക് കുറച്ച് സാധാരണക്കാരെ സർക്കാർ സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. യുക്തിസഹമായ നിരക്കുകൾ നടപ്പാക്കി പഴയ വാഹന വ്യാപാര മേഖലയെയും സാധാരണക്കാരായ ഉപഭോക്താക്കളെയും രക്ഷിക്കണമെന്നും കോട്ടയം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് ഷിബു കെ.വി, ജില്ലാ ജനറൽ സെക്രട്ടറി സണ്ണി വലിയകാപ്പിൽ, ജോയിന്റ് സെക്രട്ടറി ഹബീസ് എം.ജെ, ജില്ലാ ചെയർമാൻ ബിജോയ് വാക്കാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. പവന് 160 രൂപ കൂടി 81,040 രൂപയായി. ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 10,130 രൂപയായി. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് സ്വർണ്ണവില. ഇന്നലെയാണ് സ്വർണ്ണവില 80,000 കടന്നത്. നാളുകളായി സ്വർണ്ണവിലയിൽ വലിയ വർധനയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ മാസം 8-ന് 75,760 രൂപയായിരുന്നു സ്വർണ്ണവില. ഒരു മാസം കൊണ്ട് പവന് 5,280 രൂപയാണ് കൂടിയത്. ഇടയ്ക്ക് പവന് 2,300 രൂപ താഴ്ന്ന ശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ സ്വർണ്ണവില തിരിച്ചു കയറി. 10 ദിവസങ്ങൾ കൊണ്ട് 3,400 രൂപ പവന് വർദ്ധിച്ചു. അമേരിക്ക 50% തീരുവ ചുമത്തിയത് അടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. KNEF സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് നടന്നു. പൊതുസമ്മേളനം നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. KNEF സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് VS ജോൺസൺ അധ്യക്ഷനായി. ഫ്രാൻസിസ് ജോർജ് MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. സ്വാഗത സംഘം ചെയർമാൻ TR രഘുനാഥൻ, ഓൾ ഇന്ത്യ ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി VA ബാലഗോപാൽ, പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് KP റെജി, നോൺ ജേർണലിസ്റ്റ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് KN ലതാ, സീനിയർ നോൺ ജേർണലിസ്റ്റ് അസോസിയേഷൻ പ്രസിഡന്റ് വർഗീസ് ചെമ്പോല എന്നിവർ പ്രസംഗിച്ചു. മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും മത്സര വിജയികളെ അനുമോദിക്കുകയും ചെയ്തു. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും പത്രസ്ഥാപനങ്ങളിൽ നിന്നുമായി 500-ലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ലേബർ കോഡ് നടപ്പാക്കുന്നതിലൂടെ തൊഴിൽ മേഖലയിലുണ്ടാകുന്ന നിരവധിയായ വിഷയങ്ങൾ പത്രമേഖലയിലെ ജീവനക്കാരെയും നേരിട്ട് ബാധിക്കുമെന്നതിനാൽ ഈ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയായി. പുതിയ വേജ് ബോർഡ് രൂപീകരിക്കുക, പത്രമാധ്യമ മേഖലയിൽ ഇടക്കാല ആശ്വാസം പ്രഖ്യാപിക്കുക എന്ന ആവശ്യവും സമ്മേളനം ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ മുണ്ടാങ്കൽ ജംഗ്ഷന് സമീപമുള്ള ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ കാടുകയറി. ഇവിടെ ഇങ്ങനെയൊരു സംവിധാനം ഉള്ളത് പോലും ആർക്കും മനസ്സിലാവില്ല. ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ കാട് കയറിയ നിലയിൽ പാലാ
തൊടുപുഴ റോഡിൽ മുണ്ടാങ്കൽ ജംഗ്ഷന് സമീപം പാലാ നഗരസഭാ അതിർത്തിയിലുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്റ്റേഷനാണ് കാട് കയറിയ നിലയിലായത്. ചാർജിംഗ് സ്റ്റേഷന്റെ പരിസരം കാട് കയറി കിടക്കുകയാണ്. വാഹനങ്ങൾ നിർത്തി ചാർജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതും പൊതു ചാർജിംഗ് സ്റ്റേഷനുകളുടെ കുറവും പരിഹരിക്കുന്നതിനും വേണ്ടിയാണ് KSEB ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പോയിന്റ് സ്ഥാപിച്ചത്. ഇവിടെ കാട് വളർന്നത് മൂലം ചാർജിംഗ് പോയിന്റ് ഉണ്ട് എന്ന് പോലും മനസ്സിലാവുകയില്ല. കാടുകൾ വെട്ടിത്തെളിച്ച് ഇലക്ട്രിക് ചാർജിംഗ് പോയിന്റ് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന വിധത്തിൽ ക്രമീകരിക്കാനുള്ള നടപടികൾ KSEB അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. JCI കോട്ടയം സെൻട്രലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന JCI വീക്ക് ഈ മാസം 15 വരെ ആചരിക്കും. ഇതിന്റെ ഭാഗമായി JCI കോട്ടയം സെൻട്രൽ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നേതൃത്വ പരിശീലന ക്ലാസ്, ആരോഗ്യ സംരക്ഷണ ക്ലാസ്, സുംബ നൃത്ത പരിശീലനം, ചിത്ര പ്രദർശനം, കവിയരങ്ങ്, നോൺ ജേഴ്സീസിനുള്ള പരിശീലനം തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ യുവതി യുവാക്കൾക്കായി 40 ദിവസത്തെ മൊബൈൽ സർവീസിംഗ് ക്ലാസ് സൗജന്യമായി ആരംഭിക്കുന്നു. 40 വയസ്സ് വരെയുള്ള +2 വിദ്യാഭ്യാസമുള്ളവർക്ക് പങ്കെടുക്കാം. വിവരങ്ങൾക്ക് 7293213666, 6282448002 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് പ്രതി അഖിൽ സി വർഗീസിനെ വിജിലൻസ് സംഘം നഗരസഭ ഓഫീസിലെത്തിച്ച് തെളിവെടുത്തു. പണം വകമാറ്റിയ രേഖകളും ഇമെയിൽ വിവരങ്ങളും ശേഖരിച്ചു. CPM ഭരണത്തിൽ പോലീസും ക്രിമിനലുകളും ഒരുപോലെയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പൊൻകുന്നത്ത് BJP ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസ് തുറന്നു. 20 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഫീസ് വർധന പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് അസോസിയേഷൻ. വിൽപ്പന ഇല്ലാതാക്കുമെന്നും ആക്ഷേപം. പിടിതരാതെ സ്വർണ്ണവില പവന് 81,040 രൂപ, ഗ്രാമിന് നൽകേണ്ടത് 10,130 രൂപ, 10 ദിവസത്തിനുള്ളിൽ കൂടിയത് 3,400 രൂപ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.